പ്രിയപ്പെട്ടവരെ, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വചനമുണ്ട്. മൻ തസദ്ദഖ ബി അദിലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ. ഒരാൾ മാന്യമായി സമ്പാദിക്കുന്ന ഒരാളാണ്. അയാളുടെ അധ്വാനം, അയാളുടെ വിയർപ്പൊഴുക്കൽ വളരെ മാന്യമായ രൂപത്തിലാണ്, മറ്റുള്ളവരുടെ സമ്പത്തിനെ അതിക്രമിക്കുന്ന രൂപത്തിലല്ല. ഹറാമായ സമ്പാദ്യമല്ല അവൻ്റെ അടുക്കലുള്ളത്. അവൻ ഹലാലായ രൂപത്തിൽ ഹലാലിനെ ഭക്ഷിക്കണമെന്നുള്ള കരുതലോട് കൂടിയിട്ട്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, തൻ്റെ മക്കളെയും കുടുംബത്തെയും പോറ്റണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നല്ലത് സമ്പാദിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആൾ തൻ്റെ ഹലാലായ സമ്പത്തിൽ നിന്നും ഒരു ഈത്തപ്പഴത്തിൻ്റെ വലുപ്പമുള്ള വല്ലതും ഒരാൾ സ്വതക്ക കൊടുത്താൽ, ഈത്തപ്പഴം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സാധനമാണ്. ആ ചെറിയ സാധനത്തിനെ പോലോത്തത് ഈത്തപ്പഴമാകാം, മറ്റുള്ളതെന്താകാം, അതിനോളം വരുന്ന ചെറിയ ഒരു മുതൽ, ചെറിയ ഒരു വസ്തു, ചെറിയൊരു കാര്യം കൊണ്ട് ഒരാൾ ധർമ്മം ചെയ്താൽ, എന്നിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലിനെ അല്ലാതെ സ്വീകരിക്കൂല. ഹറാമായ സമ്പാദ്യം കൊണ്ട് ഒരാൾ ധർമ്മം കൊടുത്താൽ അള്ളാഹു ധർമ്മത്തിൻ്റെ പദവി, ധർമ്മം ചെയ്ത ആൾക്ക് കൊടുക്കുന്നൊരു പദവി അള്ളാഹു കൊടുക്കൂല. അള്ളാഹ് ആ ധർമ്മത്തെ സ്വീകരിക്കൂല എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇയാളുടെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്നും ഈത്തപ്പഴത്തിനോളം വരുന്ന വല്ലതും കൊണ്ട് ധർമ്മം ചെയ്താൽ, ഫഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു യതഖബ്ബലുഹാ ബിയമീനി, അള്ളാഹ് തന്നെ അതിനെ സ്വീകരിക്കും. അള്ളാഹ് അവൻ്റെ കരങ്ങൾ കൊണ്ട് അതിനെ സ്വീകരിക്കുമെന്ന് വെച്ചാൽ അത്രത്തോളം അള്ളാഹു ഇടപെട്ടുകൊണ്ട് അവനിൽ നിന്നും ആ ധർമ്മത്തെ സ്വീകരിക്കും. എന്നിട്ട് സുമ്മ യുറബ്ബിഹ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൊടുത്ത ആ ഈത്തപ്പഴത്തിനോളം വരുന്ന ചെറിയ ആ ധർമ്മത്തെ അള്ളാഹ് വളർത്തും. ലിസ്വാഹിബിഹ, അത് കൊടുത്ത ആൾക്ക് വേണ്ടിയിട്ട്, അവൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് അള്ളാഹ് അതിനെ പരിപോഷിപ്പിക്കും. അതിൻ്റെ വലുപ്പം അള്ളാഹു വർദ്ധിപ്പിക്കും. ഏതുപോലെ എന്നറിയുമോ? കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു, ഒരാൾ തൻ്റെ ഒരു ചെറിയ ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ, ഒരാൾ ഒരു ചെറിയൊരു കുതിരക്കുട്ടി, ആ കുതിരക്കുട്ടിയെ വളർത്തുകയാണ് അയാൾ. അങ്ങനെ വളർത്തി ഹത്താ തകൂന മിസ്ലൽ ജബൽ, അങ്ങനെ ആ ചെറിയൊരു കുതിരക്കുട്ടി ഒരു പർവ്വതത്തിനോളം വരുന്ന വലുപ്പത്തിലാകുന്നത് വരെ അയാൾ അതിനെ വളർത്തിയതുപോലെ, അയാൾ അതിനെ വളർത്തുന്നത് പോലെ അവൻ്റെ ആ നല്ല മനുഷ്യൻ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്ത ആ വ്യക്തിയുണ്ടല്ലോ, അവൻ കൊടുത്ത ഈത്തപ്പഴത്തിനോളം വരുന്ന ധർമ്മത്തെ അള്ളാഹ് വളർത്തി ഒരു പർവ്വതത്തിൻ്റെ അത്രയും വരുന്ന വലുപ്പം വരെ അള്ളാഹ് വളർത്തിക്കൊണ്ട് അവൻ്റെ നന്മയെ അള്ളാഹ് അധികരിപ്പിക്കും. അവൻ്റെ സ്വതക്കയുടെ കൂലിയെ അള്ളാഹ് അധികരിപ്പിക്കും. പർവ്വതത്തിനോളം വരുന്ന എന്തോ ഒരു വലിയ നന്മയുള്ള ഹലാലായ ഒരു മുതലിനെ അവൻ ധർമ്മം ചെയ്തിട്ടുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹു രേഖപ്പെടുത്തുകയും അതിനോളമുള്ള ഒരു നന്മ അവൻക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഹലാലായ സമ്പാദ്യം അത് വളരെ അനിവാര്യമാണ്. ഹറാം കൂടിക്കുഴയുന്ന രൂപത്തിലേക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ സമ്പാദിക്കാൻ പാടില്ല. എന്നാൽ ഹറാമായ സമ്പാദ്യത്തിൽ നിന്നും ഒരാൾ ധർമ്മം ചെയ്താൽ അള്ളാഹ് അതിനെ സ്വീകരിക്കൂല. കാരണം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹ് ത്വയ്യിബായവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരാളാണ്, നല്ലവനാണ്. അതുകൊണ്ട് നല്ലതിനെയല്ലാതെ, ഹലാലിനെയല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അധ്വാനിക്കാൻ വേണ്ടിയിട്ട് ഹലാലാക്കി തന്നത് എന്താണോ അതിൽ തന്നെ നമ്മൾ അധ്വാനിച്ചുകൊണ്ട്, ആ ഹലാലായ ചെറിയ മുതലാണെങ്കിൽ പോലും ഹലാലായ മുതൽ കൊണ്ട് ധർമ്മം ചെയ്യാനുള്ള മനസ്സ് കാണിക്കണമെന്നാണ്. അള്ളാഹ് ഇതിനെ ഏറ്റെടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കും. എന്നിട്ട് അള്ളാഹു അവൻ കൊടുത്ത ആ ചെറിയ മുതലിനെ അള്ളാഹു അധികരിപ്പിക്കും. അവൻ്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിക്കും, അതിനെ ഇരട്ടിയാക്കി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യംഹഖുല്ലാഹു റിബ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റിബ പോലോത്ത ഹറാമായ സമ്പാദ്യം നേടിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവൻ്റെ സമ്പത്തിനെ അള്ളാഹു പൊടിയാക്കും, അവൻ്റെ സമ്പത്തിനെ പാടെ ഇല്ലാണ്ടാക്കുമെന്ന് വിശുദ്ധമായിട്ടുള്ള ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്. യംഹഖുല്ലാഹു റിബ വയുർബിസ് സ്വദഖാതു, സ്വദഖ പോലുള്ള ഹലാലായ കാര്യങ്ങൾ, ഹലാലായ സമ്പാദ്യമുള്ള ആളുകളുണ്ടല്ലോ, അയാൾ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ധർമ്മം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്വദഖയെ അള്ളാഹ് വളർത്തി അവൻക്ക് വലിയ ഒരു മുതൽക്കൂടായിട്ട് ആഖിറത്ത് അള്ളാഹ് ഒരുക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ ഒരു തുള്ളി പലിശ പോലത്തെ ഹറാം കൂടിക്കലരാൻ പാടില്ല. അത് കൂടിക്കലർന്നാൽ നമ്മുടെ സമ്പത്ത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കോപത്താൽ പൊടിയാക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇരട്ടി പ്രതിഫലം കൊടുക്കും.
അവൻ അവൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഒരു കുതിരക്കുട്ടി. ആ കുതിരക്കുട്ടിയെ പർവ്വതത്തോളം നമ്മൾ വലുതാക്കിയിട്ട് അതിന് എത്രത്തോളം വലുപ്പമുണ്ടാകുമോ അത്രത്തോളം ഒരു മഹത്വമുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്ത ചെറിയ സംഭാവനയെ കാണാൻ പറ്റും. അതുകൊണ്ട് നല്ലതിലേക്കൊക്കെ സംഭാവന ചെയ്തുകൊണ്ട് നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, നല്ലതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത്തരക്കാരായിട്ടുള്ള നല്ല മനുഷ്യർക്ക് അള്ളാഹു ആഖിറത്തിൽ വെച്ചിട്ട് നല്ല വണ്ണമായ പ്രതിഫലം, അവൻ പോലും കിനാബ് കാണാത്ത വണ്ണമായ പ്രതിഫലം ഒരുക്കിവെടുക്കും. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹു അവനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അള്ളാഹിൻ്റെ ഫضൽ അങ്ങനെയാണ്, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അവൻ ഫضൽ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്വതക്കകളൊക്കെ നല്ല സമ്പത്തിൽ നിന്നായിരിക്കണം. അതിൽ ആത്മശുദ്ധി ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല. കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് സമ്പത്ത് അവനക്ക് ഉപകാരപ്പെടൂല. അവൻ കൊടുക്കുന്നത് ഹറാമായ സമ്പത്തിൽ നിന്നാണെങ്കിൽ അത് അള്ളാഹു അവൻ്റെ നിലവിലുള്ള എല്ലാ സമ്പത്തിനെയും പൊടിപൊടിയാക്കുന്ന രൂപത്തിൽ, ഉപകാരമില്ലാത്ത രൂപത്തിലാക്കി തീർക്കും.